നല്ല അടിപൊളി ഫ്ലേവർ അല്ലേ? ഏതാണ് സംശയം? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നല്ലോണം വേർത്തിട്ടല്ലേ? നല്ല ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ് നിങ്ങൾക്ക് അല്ലേ? ചുട്ട് പൊള്ളു ഇന്ന്. അപ്പൊ നമ്മ ഫാൻ ഓഫ് ആക്കി വെച്ചാൽ ഈ ഇൻട്രോ പിടിക്കുന്നോണ്ട് ഫാൻ ഓഫ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഒരു മിനിറ്റ് ചൂടായോണ്ട് തന്നെ മേധുവിന് അംഗൻവാടി ഇല്ല. അംഗനവാടി ലീവാണ് ഒരാഴ്ചത്തേക്ക്. ഇനിയിപ്പോ നോക്കിയിട്ടേ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ മേധു ഒരാഴ്ച ലീവാണ് അംഗൻവാടി പോണ്ട. ഒരാഴ്ച ഇവളിപ്പം ചൂടായതിന്റെ പിന്നെ പോയത് കുറവാണ് ഒന്നാമത്. ഇനിയിപ്പം എന്തോണ്ട് ബാഗില് കാണിച്ചു തരാം. ഓക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാലോ. ഒരു 8 സെക്കൻഡേ. അതൊന്ന് ബാഗിൽ കൊണ്ടിട്ടേ. അത് ഇന്നലെ നമ്മ ഷോർട്സിന് വേണ്ടിട്ട് മേടിച്ചതല്ലേ? തിന്നാൻ വേണ്ടി. അത് ഷോർട്സിന് വേണ്ടി മേടിച്ചതല്ലേ മേതുട്ടി? ഇന്നലെ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് ആണ്. ഒരു പാക്കറ്റ് പൊളിച്ചു. എന്റെ അമ്മ അത് കണ്ടിട്ട് രാത്രി ഇതന്നെ രാത്രി ഇവള് എണീച്ചു 12 മണിയാകുമ്പോ. അല്ല ഇന്നലെ വൈകിട്ടാ കിടന്നല്ലേ അവള്? വൈകിട്ട് എന്നല്ല, അത് കണ്ടേരം തൊട്ടിട്ട് ബിസ്ക്കറ്റ് പൊളിക്കട്ടെ ഇതന്നെയാണ്. എന്നിട്ട് ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചു അതെപ്പാ നമ്മള് തിന്നുവാ. അതാ നമ്മളെ ബാഗില് കുത്തി നിറച്ച് വെച്ചു. അതെന്നിട്ട് ഇപ്പം എടുത്തിട്ട് പറഞ്ഞു വണ്ടിന്ന് ഞാനും ഏട്ടനും കഴിച്ചോളാണ്. അങ്ങനെ ഇതാ ബാഗില് എടുത്ത് വെച്ചിട്ട്. അതല്ല മേതുട്ടി അത് ഞാൻ പറഞ്ഞില്ല. അതാ പറയുന്നത്, അമ്മയല്ലേ പറഞ്ഞത്. സത്യം പറ, ഞാൻ പറഞ്ഞോളാം. എന്നാണ് അവളത് മാറ്റിപ്പിച്ചില്ലേ? അതെ അതല്ല. അല്ല ഇവിടെ അംഗൻവാടിയിൽ ഒരാഴ്ച പോണ്ടാന്നില്ലേ? ഇപ്പൊ ഒരു ഇത് വന്നിട്ടുണ്ട്. എന്നാണ് ഒരാഴ്ച പോണ്ട പോലും. അമ്മാമക്ക് മാത്രമേ പോണ്ടു. സന്തോഷം ഉണ്ടാ? അംഗൻവാടിയിൽ പോണ്ട ഇനിന്ന് കുറച്ച് ദിവസത്തേക്ക്. ഇനിയിപ്പൊ ആയി ഈ അടുത്ത മാസം കൂടെ കഴിഞ്ഞ് ഓള് സ്കൂളിൽ പോവാൻ. ഓ വലിയ ഏച്ചിയായി. നിന്നു ഇവിടെ അംഗൻവാടി പഠിക്കുന്ന നിന്നു നിച്ചു ഉണ്ടാവുന്നു. അതെ. അപ്പൊ ഇപ്പൊ നമ്മളൊന്ന് പുറത്തേക്ക് പോവേന്ന്. പിന്നെ മണിക്കൂറിന്റെ പല്ലും മേധുവിന്റെ പല്ലെല്ലാം ഒന്ന്, എന്റെ പല്ല്, ശ്രീനാടിന്റെ പല്ലും എന്റെ അത് പൊരിച്ചു വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഇനിയിപ്പോ അത് ചിരിക്കുമ്പോ ഒരു ഭയങ്കര പോറാന്നല്ലേ? വല്ലാത്ത പോറ. അപ്പൊ ഒന്ന് ചോദിക്കണം ഇതെന്നാന്നില്ലേ വെക്കാൻ വേണ്ടിട്ട്. എന്റെ മേതൂടിന്റെ പല്ല് ഇടി ഒന്ന് കിട്ടിട്ടുണ്ടേ. കണ്ടു. അപ്പൊ പല്ലിന് കേട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മണിക്കൂട്ടനും അണയില്ലാത്ത പല്ലിനൊരു കേട് വന്നിട്ടുണ്ട്. അപ്പൊ മണിക്കൂട്ടിന് ഇപ്പൊ ക്ലാസ്സിന് പോയി അന്നേരം വെച്ച് ഏതായാലും അവിടെ നിന്ന് കൂട്ടിയിട്ട് ഒന്ന് കാണിച്ചിട്ട് വരാം. മോളതും കാണിക്കുന്നുണ്ട്. നമുക്ക് മണിക്കൂട്ടിനെ കൂട്ടാൻ പോയി വേർത്ത് അല്ലെങ്കിൽ ഇവിടെ ഒരു ഇതാവും നമ്മള്. പിന്നെ മണിക്കൂട്ടൻ വിളിച്ചു ഭയങ്കര ചൂട്. അതെ നമുക്ക് ആടി എത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പൊ ഏതായാലും നമുക്ക് ഇനിയിപ്പം ഇന്നത്തെ വിശേഷം ഇങ്ങനെ പുറത്തിലെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പൊ നമുക്ക് ഏതായാലും ആദ്യം മണിക്കൂട്ടിനെ കൂട്ടാൻ വേണ്ടിട്ട് പോവാം. അങ്ങനെ മണിക്കൂട്ടിനെ അബാക്കസിന്റെ അടുത്ത് കൂട്ടി ശ്രീനാടിന്റെ പല്ലെല്ലാം കാണിച്ചു. നമ്മള് നേരെ ഇതാ ഒരു അവൽ മിൽക്ക് കഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ട്. നല്ല ചൂടിന് ഇതാ. നിന്റെ പല്ല് കാണിച്ചില്ലേ? എന്നാ നേരത്തെ നീ കാണിച്ചു കൊടുത്തു ഈ പല്ല്. കടലാസ് നോക്കിയ ഒരു നമ്മളെല്ലാരും അവൽമിക്ക് ഓർഡർ ചെയ്തപ്പാണ് ഇതാ ഓള് ഈ ചൂടിനെ ഷെയ്ക്ക് ആവുന്നുണ്ട്. ഷെയ്ക്സ് അല്ലേ അതിന്റെ നോക്കിയ അതിന്റെ സ്ട്രോ ആണ്. ഇപ്പം സ്ട്രോ ഇപ്പം പേപ്പർ ആണല്ലോ, അതെല്ലാം ഓള് കടിച്ച് സ്ട്രോ തിന്നുന്നു തോന്നുന്നു. എങ്ങനെയുണ്ടോ? രസമുണ്ടാ? പറ. അപ്പൊ നമ്മള് സാധാരണ അവൽമിൽക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാംഗോ വെച്ചിട്ടില്ലേ? നല്ല അടിപൊളി ഫ്ലേവർ അല്ലേ? അടിപൊളി ടേസ്റ്റ്. അതെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ്. അതിൻ്റെ ഒരാളുണ്ട്. ഞാൻ മണിക്കൂട്ടിനും ഓർഡർ ചെയ്തത് അവിൽ തന്നെയാണ്. രണ്ടും കഴിക്കുന്നുണ്ട്. ഓളതും കഴിക്കുന്നുണ്ട്. ഇവരെന്തോ മണിക്കൂട്ടാ എങ്ങനെയുണ്ട്? ഏതാണ് സംശയം? നിന്റെ ഓർഡർ എങ്ങനെയുണ്ട്? ഏതാ ഇഷ്ടം? അങ്ങനെ ഇതാ നമ്മള് വീട്ടിലെത്തി. ഇപ്പം ഒന്ന് വീടിന്റെ അമ്പലത്തിലേക്ക് പോകുന്നത് കുറ്റിയാട്ട്. അപ്പൊ ആടെ തെയ്യാണ്. ഇന്ന് ഗാനമേളയെല്ലാം ഉണ്ട്. അതാ ഒരാള് പുതിയ മാസ്ക് മേടിച്ചു.
എൻ്റെ തന്നു. നിന്റെ മാസ്ക് അത്? ആ അപ്പൊ ആരും ഇന്ന് മുഖം കാണിക്കൂല എന്നുള്ള രീതിയിലാന്ന് പോകുന്നല്ലേ? അല്ല പൊടിയാകുന്നുണ്ടല്ലേ? എന്നാന്ന് പറയാൻ പറ്റൂലെന്ന്? മാസ്ക് ഇട്ടാലാ? മാസ്ക് ഇട്ടാൽ ഒന്നും സംസാരിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പോകുമ്പോഴാണെന്ന് വെച്ചാൽ അവിടെ പൊടി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് മാസ്കെല്ലാം ഇടുന്ന ആള്. ആ പിന്നെ വേറൊന്നും പറഞ്ഞു എന്നെ ആരും കണ്ണൂത്തണ്ട. ഏതായാലും നമുക്ക് കുറ്റിയാട്ടേക്ക് പോകാം അല്ലേ? അതെന്നെ ആടുന്ന് കാണാം. ഇതാ 2 സാധനം വാങ്ങിയിട്ടുണ്ട് അവിടുന്ന് ചന്തക്ക്. ഒന്ന് കാണിച്ചു കൊടുത്തേ. ഓ അത് നിലത്തെല്ലാം ഇട്ട് ആകെ നിലത്ത് 2-3 പ്രാവശ്യം. അതെല്ലേ? ആ മണിക്കൂട്ടൻ എവിടെ പോയി കഴിഞ്ഞാലും അവൻ്റെ ഫേവറേറ്റ് സാധനം എന്ന് പറഞ്ഞാൽ മോതിരം. എന്നിട്ട് അത് ചെറുത് മതിന്ന്. ആ അപ്പോൾ മണിക്കൂട്ടൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മോതിരാന്ന്. പിന്നെ മേതൂട്ടിക്ക് ഒന്നുകൂടി നീക്കിയടാ. ഏതാ എടുക്കേണ്ടതെന്ന് ഓള് അധികം എടുക്കാൻ പോകുന്നത് സ്ലൈമാണ് കേട്ടോ. സ്ലൈമിന്റെ ആണ് ഇഷ്ടപ്പെട്ടില്ല. അതല്ലേ? മേതു ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. മേതു അതിലേക്കാണ് ഫുള്ള് സ്ലൈം എന്താ എടുക്കാൻ ചെന്ന്? ഇങ്ങോട്ട് നോക്കി പറ എന്താണ്? അല്ല സ്ലൈം അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മോശം. സത്യം അതുകൊണ്ട് തന്നെയാണ്. നല്ല സുഖമുണ്ടല്ലേ ഇത്? പിടി വലിയാന്ന് ഇടാ. ഞാനക്ക് ഇവളെ എടുത്ത് കൈയും കഴിഞ്ഞ് കഴുത്തും പോയി. കഴുത്തും പിന്നെ ഇവര് കുറച്ചേരം നിൽക്കുമ്പോ ഇവക്കെല്ലാം ബോറടിച്ച് ഇവക്ക് എണീച്ച് ഓടണയില്ലേ. ഇവളെന്നെ സ്റ്റേജിമ കൊണ്ടാക്കുമെന്ന് നയിക്കുന്നത് ഡാൻസ് കളിക്കാൻ. കയറി നോക്ക്. അതിന് അവര് വയറും കാര്യങ്ങളെല്ലാം പിന്നെ ഇപ്പൊ നമുക്ക് അങ്ങനെ സ്റ്റേജിമേലേക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെയല്ലാണ് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങള്. അപ്പൊ ഇന്നത്തെ ബ്ലോഗ് നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണെന്നവര് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.